ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ക്ലേ വെച്ചിട്ടൊരു ഡ്രിങ്ക് ഡിഷാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രിങ്ക് ഡിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കരുതി ഒരു 3-4 എണ്ണം ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷെ ഈ ഒരു ക്ലേ ബോക്സ് തുറന്നപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഇത് 3-4 എണ്ണം ഒന്നും ഉണ്ടാക്കാനുള്ള ഇല്ലടോ. ആകെ ഒരെണ്ണം തന്നെ ഉണ്ടാക്കാൻ പറ്റിയാ പറ്റി. അപ്പൊ തന്നെ എന്റെ എല്ലാ മൂഡും പോയിട്ടോ. പിന്നെ അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ഒന്നെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലേ നന്നായി കുഴച്ച് കുഴച്ച് സ്മൂത്ത് ആക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തുക. അപ്പൊ ഈ ഒരു സംഭവം പരത്താൻ വേണ്ടിയിട്ട് കൊയലോ പൈപ്പോ എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിന്റ് ഒന്നും ഇല്ലാത്ത ബോട്ടിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് പരത്താട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഉമ്മച്ചി കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചപ്പാത്തി പരത്തുന്ന കൊയലാണ് കേട്ടോ. മൂപ്പരിത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയാലായിരിക്കും അത് കാണുന്നുണ്ടാവും. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. ഈ ഒരു ഡ്രിങ്ക് ഡിഷ് ബുൾസൈൻ്റെ തീമിലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശം ഒരു രൂപത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയിട്ട് നമുക്ക് ഇതിന്റെ സൈഡിൽ ഇതുപോലെ വെച്ചെടുത്തിട്ട് ഇത് രണ്ടും കൂടിയിട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കണം, ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനി ഇതിന്റെ ക്രാക്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും വെള്ളം യൂസ് ചെയ്തിട്ട് ഫുൾ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഇത് ബുൾസൈ ആണല്ലോ, ഇതിനൊരു അയ്യും വേണ്ടേ. അപ്പൊ അതിനായിട്ട് ഒരു ക്ലേ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് പോലെ ക്രാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ക്ലേയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രാക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടുട്ടോ. ഇതൊരു 5 മിനിറ്റിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു ബുൾസൈൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിനെ ഉണങ്ങാൻ വിടണം കേട്ടോ. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ പെയിന്റ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെയിന്റ് ഇതിൽ പിടിക്കില്ല കേട്ടോ കറക്റ്റായിട്ട്. ബേസ് കോട്ടായിട്ട് ഇവിടെ വൈറ്റ് കളർ വെച്ചിട്ട് ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അധികം കളേഴ്സിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു വൈറ്റ് കളറും യെല്ലോ കളറും വെച്ചിട്ട് പെയിന്റിങ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ബുൾസൈക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ണും വായും വരക്കണ്ടേ. പക്ഷെങ്കിൽ അതിന് ഞാൻ പെട്ടൊരു പാടുണ്ടല്ലോ. ബ്ലാക്ക് കളർ വന്ന് തുറന്നു നോക്കുമ്പോൾ അത് ഫുള്ള് തീർന്നിക്കണ്. ആകെ ഉണ്ടായിരുന്ന ഒരു ഇത്തിരി ഉണ്ടായിരുന്നത് ഫുള്ള് ഡ്രൈ ആയി ഉണങ്ങി പിടിച്ച് അതിൽ നിന്നൊരു കളർ പോലും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കോലിട്ട് കുത്തി എങ്ങനെയൊക്കെയോ ഇളക്കി മറിച്ച് കുറച്ച് കളർ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പെയിന്റിങ് കൊണ്ട് ഫിനിഷ് ചെയ്തെടുത്തു. ക്യൂട്ട്നെസ്സിന് ഒട്ടും കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബ്ലഷ് ഇട്ടെടുത്തു. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ തൊട്ടത് മൊത്തം അബദ്ധമായിരുന്നു. പക്ഷെ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.